എക്സ്പീരിയൻസ് ഇത് കാണാനാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. എല്ലാരും ഭയങ്കര വൈബായിരുന്നു. ഡാൻസ് ഒക്കെ ആയിരുന്നു. ആദ്യം കണ്ടപ്പോൾ പുള്ളി ഇപ്പോഴും ഇല്ലല്ലോ എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആളുടെ ആ ഒരു ക്യാരക്ടറിൽ വന്നപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഫുൾ പാട്ടായിരുന്നു. ഇത് നമ്മൾ കിടന്ന അലമ്പോ എന്ന് പറഞ്ഞാൽ അവന് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. പക്ഷേ കൊള്ളാം, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായി. ഫ്രണ്ട് സീറ്റ് എടുത്ത് അടിച്ചോളൂ. അടുത്ത രണ്ടാം വരവ് ഞാൻ ഈ തിയേറ്ററിൽ പണ്ട് കൊച്ചിലെ കണ്ടതാണ്, ചോട്ടാ മുംബൈ. അപ്പോൾ ഇപ്പോൾ റീ റിലീസ് ചെയ്ത് അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ ഫുൾ ഏരിയസ് ഫ്ലക്സിൽ പിന്നെ റീ റിലീസ് ആണെങ്കിൽ ഫുൾ ബേളായിരിക്കും. ഇത് കാണാനാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. തിയേറ്ററൊക്കെ ഇളക്കി മറിച്ചെന്ന് പറഞ്ഞു. ഒരിക്കലും പോകുന്നില്ല. ഭയങ്കര അവസരം കിട്ടില്ല. എക്സ്പീരിയൻസ് അതാണ് ഭയങ്കര ഹാപ്പി. ഒന്നും കൂടെ കണ്ടത് അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. തിയേറ്റർ ഫുൾ ഇളക്കി മറിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാരും ഭയങ്കര വൈബായിരുന്നു. ഡാൻസ് ഒക്കെ ആയിരുന്നു. ആ സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്. എവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അഗൈൻ സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ കണ്ടായിരുന്നു? അപ്പോൾ ഇന്നലെ അല്ല, ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പോൾ അന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. ആ സെയിം ഇത് BGM ഒക്കെ ഭയങ്കര നൈസായിരുന്നു. ഒന്നും കൂടെ കാണുമ്പോൾ എന്താ ആദ്യം കണ്ടപ്പോൾ പുള്ളി ഇപ്പോഴും ഇല്ലല്ലോ എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആളുടെ ആ ഒരു ക്യാരക്ടറിൽ വന്നപ്പോൾ നമുക്ക് ആ ഒരു പഴയ വൈബ് തന്നെയാണ് വന്നത്. അടിച്ചുപൊളിയായിരുന്നു. പടം സൂപ്പറായിരുന്നു. തുടരുന്ന ശേഷം മോഹൻലാലിന്റെ ബെസ്റ്റ് പടമാണ്. മോഹൻലാൽ ലാലായിട്ട് ഇനിയും തുടരും. പാട്ട് വരുമ്പോ ഇറങ്ങി ഡാൻസ് കളിക്കും. യൂട്യൂബിൽ OTT കാണല്ലേ, തിയേറ്ററിൽ തന്നെ കാണണം. തിങ്കളാഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും അടിച്ചു പൊളിച്ചു. എന്തായാലും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് തകർത്ത്. മറ്റേ ലാസ്റ്റ് പാട്ട് ചട്ടികളങ്ങനെ വാസ്കോഡ് ഗാമയൊക്കെ ഫുൾ പാട്ടായിരുന്നു. ഇത് നമ്മൾ കിടന്ന അലമ്പോ എന്ന് പറഞ്ഞാൽ അവന് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. പക്ഷേ കൊള്ളാം, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായി. ഫ്രണ്ട് സീറ്റ് എടുത്ത് അടിച്ചോളൂ. കിട്ടില്ല, തൊണ്ടയൊക്കെ പോയി വിളിച്ച് ഡാൻസ് കളിച്ച് തിയേറ്റർ അടിച്ചു പൊളിച്ചു. പിന്നെ പറയില്ലല്ലോ ഈ പാടം അണ്ണൻ്റെ. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, നല്ല വൈബായിരുന്നു പടം മൊത്തം. സൗണ്ട് ക്വാളിറ്റി എല്ലാം എടുത്ത് പറയാനുണ്ട്. എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. ഇപ്പം റീമാസ്റ്റർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇമ്പാക്ട് സ്ക്രീൻ പടം കത്തിച്ച് തലയും പിള്ളേരും കത്തിച്ച്. അടുത്ത രണ്ടാം വരവ് ഞാൻ ഈ തിയേറ്ററിൽ പണ്ട് കൊച്ചിലെ കണ്ടതാണ്, ചോട്ടാ മുംബൈ. അപ്പോൾ ഇപ്പോൾ റീ റിലീസ് ചെയ്ത് അടിപൊളി എക്സ്പീരിയൻസ്. നിന്ന് കത്തിച്ച് ഒരു രക്ഷയില്ല. പിന്നെ തിയേറ്റർ കുലുക്കി. ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ വേറെ ലെവല് കത്തിച്ച് കളഞ്ഞു. ഇപ്പൊ അടുത്ത ഷോയും ഫുള്ള് 1 മണിക്കുള്ള ഉച്ചയ്ക്ക് അടുത്ത ഷോ ഫുള്ള്. എന്നെ ഇപ്പൊ വിളിച്ചോ 2 ടിക്കറ്റും കൂടെ എടുത്ത്. അടിപൊളി ഒരേ വൈബാണ്. ഒരേ വൈബ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ കാണണം എല്ലാവരും. ഈ സിനിമ തിയേറ്റർ കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സൗണ്ടും ഒക്കെ എടുത്തു പറയണം. നല്ല സൗണ്ട് ഡിസൈൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. സൂപ്പർ വൈബ് പടം. നമ്മൾ കണ്ട തന്നെയാണല്ലോ ഇത്ര നാളെ മോഹൻലാലിന്റെ. അതുപോലെ തന്നെ പാട്ടിന് എല്ലാവരും വൈബ് ആണ്. നല്ല അടിപൊളി സിനിമ. ഡാൻസ് തന്നെയായിരുന്നു. പിന്നെ ഫുൾ ഏരിയസ് ഫ്ലക്സിൽ പിന്നെ റീ റിലീസ് ആണെങ്കിൽ ഫുൾ ബേളായിരിക്കുമല്ലോ. മണിച്ചേട്ടൻ എൻ്റെ പൊന്നോ മാസ് വില്ലൻ. മണിച്ചേട്ടൻ ഏത് റോള് ചെയ്ത് ഇല്ല, മണിച്ചേട്ടനെ കാണുമ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമല്ലേ മണിച്ചേട്ടൻ്റെ അഭിനയം കാണണം. മണിച്ചേട്ടൻ ഏത് റോളാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യുമല്ലോ. അത് ഡാൻസ്, വില്ലൻ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഏതാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്.